നമസ്കാരം. ഇന്ന് മുതൽ നമ്മൾ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ നോക്കിപ്പോയി. നമുക്ക് കമ്പനി ബോർഡ് LGS, അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതേപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഓഗസ്റ്റിൽ വരാനുള്ള എക്സാം, ഇതിനൊക്കെ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തു പോകുക. അപ്പോൾ സീരീസ് ഓഫ് ക്ലാസ്സുകൾ ഇന്ന് മൂലം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷൻ. ഇപ്പോൾ ഇതൊരു PYQ ആണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷനായിട്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സഭ ഏതാണ്? ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്ന സഭ പാർലമെൻറ്റ് തന്നെയാണ് അല്ലേ? പാർലമെൻറ്റ് എന്നുണ്ട്. പിന്നെ ലോക്സഭ, രാജ്യസഭ എന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യം ഉണ്ടായില്ല. ലോക്സഭയും രാജ്യസഭയും കൂടി വരത്തില്ല. കറക്റ്റ് ആൻസർ വരുന്നത് പാർലമെൻറ്റാണ്. അടുത്തത്, ഇന്ത്യയിലകത്ത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലകത്ത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തുമ്പയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലകത്ത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തുമ്പ. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു? രാജ്യസഭയുടെ അധ്യക്ഷനായിരുന്നു ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ പാർലമെൻറ്റാണ്. ഇന്ത്യയിലകത്ത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പയിലാണ് തുടങ്ങിയത്. 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം ബ്രസീലാണ് കേട്ടോ. 2024 G20 ഉച്ചകോടി നടന്ന രാജ്യമാണ് ബ്രസീലാണ്. ഓപ്ഷൻ ബി ബ്രസീലാണ് 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓപ്ഷൻ എ കൊടുത്തേക്കുന്നത് നീരജ് ചോപ്ര, വെങ്കല മെഡൽ ജാവലിൻ ത്രോ. നീരജ് ചോപ്രയ്ക്ക് ഏത് മെഡലായിരുന്നു കിട്ടിയത്? വെള്ളി മെഡലായിരുന്നു കിട്ടിയത് കേട്ടോ. നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലാണ് ജാവലിൻ ത്രോയിൽ 2024 കിട്ടിയത്. പിന്നെ മനു ബാക്കർ വെങ്കല മെഡൽ 10 മീറ്റർ എയർ പിസ്റ്റൾ. അത് ശരിയാണ്. അപ്പോൾ തെറ്റായ ജോഡി എന്ന് പറയുമ്പോൾ തന്നെ ക്വസ്റ്റിൻ്റെ അവിടെ ഒരു ഇൻറ്റു മാർക്ക് ഇട്ടേക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത, മനു ബാക്കർ വെങ്കല മെഡൽ 10 മീറ്റർ എയർ പിസ്റ്റൾ എന്ന് പറഞ്ഞത് ശരിയാണ്. പിന്നെ സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ 10 മീറ്റർ റൈഫിൾസ് 3 പൊസിഷൻസ്, അതും ശരിയാണ്. ഇപ്പോൾ ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ എന്നുള്ളതും ശരിയാണ്. തെറ്റായിട്ടുള്ളത് നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ എന്നുള്ളതാണ് തെറ്റ്. അപ്പോൾ അത് ശരിയാകണമായിരുന്നെങ്കിൽ എന്താണ്? നീരജ് ചോപ്ര വെള്ളി മെഡൽ ജാവലിൻ ത്രോ എന്ന് എഴുതണമായിരുന്നു. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം ശരിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പൗസ് ചെയ്തിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളതൊന്ന് നോട്ടായിട്ടൊന്ന് എഴുതിയെടുത്തേക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കിയാണ്. അടുത്തത്, താഴത്ത് കൊടുത്തിരിക്കുന്ന ജില്ലയുടെ പൊതുവായൊരു സവിശേഷത എന്താണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ഈ ജില്ലകളുടെ എല്ലാം പ്രത്യേകതകൾ എന്താണ്? റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ജില്ലകളാണോ ഇതെല്ലാം? അല്ല, റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത പത്തനംതിട്ടയിലും കോട്ടയത്തൊക്കെ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ലകളാണ്. അപ്പോൾ കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണോ? കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ് ഇതെല്ലാം കേട്ടോ. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ഇതിലൊന്നും കടൽ തീരം ഇല്ല. നാഷണൽ ഹൈവേ ഇല്ലാത്ത ജില്ലയാണോ ഇതൊക്കെ? അല്ല, നാഷണൽ ഹൈവേ ഇല്ലാത്ത ജില്ലകളല്ല. മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ലകളാണ്. കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതൊന്നും അല്ല. ഇടുക്കി മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും അല്ല. ശരിക്കുള്ള എന്താണ്? കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ് ഇത് 4 വരുന്നത് കേട്ടോ. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയമൊക്കെ കടൽ തീരമുള്ള ജില്ലകളുടെ ഉദാഹരണങ്ങളാണ് കേട്ടോ. അടുത്തത്, ഏതാണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത? കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ, കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദി, വേമ്പനാട് കായലിലേക്ക് ഒഴുകുന്ന നദി, കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി. അപ്പോൾ ഇതിലേതാണ് ചന്ദ്രഗിരി പുഴയുടെ പ്രത്യേകത? അപ്പോൾ ഇതിലേതാണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത? കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ എന്നുള്ളതാണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത കേട്ടോ. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദി അല്ല. കിഴക്കോട്ട് ഒഴുകുന്നത് കബനി, ഭവാനി, പാമ്പാറാണ്. വേമ്പനാട് കായലിലോട്ട് ഒഴുകുന്ന നദിയല്ല. ചന്ദ്രഗിരി പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡാണല്ലേ. അപ്പോൾ അത് വേമ്പനാട് കായലിലോട്ട് ഒഴുകുന്ന നദിയല്ല. കേരളത്തിൽ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ കേട്ടോ, അപ്പോൾ കേരളത്തിൽ ഏറ്റവും ചെറിയ പുഴയാണ് ചന്ദ്രഗിരി പുഴ കേട്ടോ. അപ്പോൾ അടുത്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. അതിൽ ശരിയായെന്ന് പറഞ്ഞാൽ വെള്ളായണി തടാകം തിരുവനന്തപുരം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. വെള്ളായണി തടാകം തിരുവനന്തപുരം. ബാക്കിയെല്ലാം തെറ്റായിട്ടാണ് മാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അത് ശരിയാണല്ലേ. വളർച്ച ഒഴുക്കിയ ഘടകങ്ങളാണ്. പിന്നെ മെച്ചപ്പെട്ട ജലസേചന സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം, ഇതെല്ലാം ശരിയാണ് കേട്ടോ ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട്. അടുത്ത 20ാമത്തെ, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി 3ാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ സമ്പദ്ഘടന 1, സ്വയം 2, പര്യാപ്തത 3, ഇങ്ങനെ ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത്. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ആ 3 വാക്കുകൾ എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യം വരുന്നത് 3ാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത 1, 2, 3. 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ഏതാണ്? കേരളത്തിൽ നിന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി. മിന്നുമണിയാണ് കേരളത്തിൽ നിന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? മിന്നുമണിയാണ് കേട്ടോ.
അപ്പോൾ അത് കറണ്ട് അഫയേഴ്സ് ആണ്. അടുത്തത് കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏത് പേരിൽ അറിയപ്പെടുന്നു? കൈരളിയാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ അറിയപ്പെടുന്നത് കൈരളി എന്നാണ്. അപ്പോൾ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഒരു AI പ്രോസസ്സറാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോസസ്സറാണ്. അതിൻ്റെ പേര് പറയുന്നത് കൈരളിയാണ് കേട്ടോ. അപ്പോൾ അടുത്തത് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ഇപ്പോൾ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് കോഴിക്കോടാണ് കേട്ടോ. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഓക്കെ. അപ്പോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടാണ് ഡെക്വർത്ത് ലൂയിസ് മഴ നിയമം, അല്ലേ? മഴ പെയ്യുമ്പോഴത്തേക്ക് ഏത് ടീം വിജയിക്കണം എന്നുള്ള രീതിയിൽ ഉള്ളൊരു നിയമമാണ് ഡെക്വർത്ത് ലൂയിസ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രിക്കറ്റിലുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ഡെക്വർത്ത് ലൂയിസ് നിയമം വരുന്നത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ PYQൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ക്ലാസ്സുകളും അതേപോലെ മറ്റു സെക്ഷനുകളെല്ലാം ചാനലുണ്ടാവും. അതേപോലെ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ഫ്രം വിഷ്ണു.